വെക്കേഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി പാരൻസിൻ്റെ ടെൻഷൻ ലഞ്ച് ബോക്സിലേക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ വെജിറ്റബിൾസ് ഉണ്ടെന്ന് പോലും അവരറിയില്ല. കുട്ടികളുടെ ലഞ്ച് ബോക്സിന് ഈ ഒരു സ്നാക്കും കൂടി ആഡ് ചെയ്യണേ. ഉണ്ടാക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. എന്നാൽ അതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 2 കോഴിമുട്ട വേണം. അതൊന്ന് പുഴുങ്ങിയെടുക്കണം. എഗ്ഗ് ബോയിൽ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ക്യാബേജാണ്. ഇത്ര അധികം ക്യാബേജ് വേണ്ട, നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം എല്ലാ കുട്ടികളുടെയും പ്രശ്നം ഈ ക്യാബേജ് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഇത്. ഇനി വേണ്ടത്ര ക്യാബേജ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണേ. നിങ്ങൾക്ക് കുറച്ചധികം സ്നാക്കാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം ക്യാബേജ് എടുക്കണം കേട്ടോ. ഇവിടെ 2 മുട്ടയ്ക്ക് അനുസരിച്ചുള്ള ക്യാബേജ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള കേട്ടോ. സവാളയുടെ എണ്ണ അധികം വേണ്ട, അപ്പോൾ ഒരു മീഡിയം സൈസ് തന്നെ മതിയാവും. അതും ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കണേ. ഇനി ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് പോർഷൻ ഒന്നും കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. ഇനി നല്ല ഫൈനായിട്ട് പൊടിച്ച ബ്രെഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണേ. അപ്പോൾ എഗ്ഗ് ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെല്ലൊന്ന് മാറ്റിയെടുക്കുക. എഗ്ഗ് ബോയിൽ ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ട് ബോയിലാവരുത്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലായിട്ട് നമുക്കിത് വേണ്ടത്. ഇനി ഒരു ബോൾ എടുക്കുക, അതിലേക്ക് ബോയിൽ ചെയ്ത് എഗ്ഗ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടോ ഒന്ന് സ്മാഷ് ആക്കി എടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ. നല്ലോണം സ്മാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കണേ. ഇനി നേരത്തെ കട്ട് ചെയ്ത ക്യാബേജും ഒനിയനും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കാണ്ട് നമുക്കിത് രണ്ടും പൊടിയായിട്ട് അരിയണം. അപ്പം ഞാനൊരു ചോപ്പർ വെച്ചിട്ടാണ് അരിയുന്നത്. ഇതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൊടിയായിട്ട് കിട്ടും. ഇത് രണ്ടും പൊടി അരിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നേരത്തെ സ്മാഷ് ചെയ്ത് എഗ്ഗിലേക്ക് ക്യാബേജ് ചെറിയ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പാത്രം ഒന്ന് ചെറുതായിപ്പോൾ അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. കുരുമുളകിൻ്റെ പൊടി കുട്ടികളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ബാക്കി വന്ന ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യണേ. ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അങ്ങനെ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡും കൂടി പൊടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണേ. ഞാനിവിടെ നഗറ്റ്സിൻ്റെ ഷേപ്പിലേക്കാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ചെറിയ ബോൾസാക്കി കൈവച്ച് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. റെഡിയാക്കി എടുത്തതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഒരു പാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ച സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ആയതിനു ശേഷം ഞാനിതൊന്ന് മറിച്ചിടാൻ നോക്കി. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം എല്ലാം പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു. പിന്നെ എഗ്ഗൊക്കെ ബോയിലായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പൊരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ ഇതിന്. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൽ വെജിറ്റബിൾസ് എഗ്ഗാണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ലഞ്ച് ബോക്സിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.